ഡോ ലക്ഷ്മി, അഞ്ചിനുള്ള അവസാനത്തെ ലെറ്റർ ഇത്. 1-2 10-15 എഴുതി പണ്ടാരടങ്ങി. അവളൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. എന്നെ നോക്കിയൊന്ന് ചിരിച്ചാലെന്താ അവൾക്ക്? നീ എന്തൊന്നും മിണ്ടാത്തേ? ലച്ചു, നീയല്ല പറഞ്ഞേ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന്. എടാ, ഞാൻ എന്ത് പറയാനാ? കത്തൊക്കെ അവൾ നോക്കൽ പോലും ഇല്ല. സ്പോട്ടിൽ കീറിയിട്ട് വേസ്റ്റ് ബക്കറ്റിലിടും. നീ ഇപ്പോഴും 19-ാം നൂറ്റാണ്ടിലെ പ്രേമം പറഞ്ഞ് നടന്നാലെങ്ങനെയാ? നെറ്റിയിൽ കൈ കൊടുത്ത് മതിൽ ചാരി ആദിയിരുന്നു. അവൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ തുറന്നങ്ങ് പറഞ്ഞൂടെ? ഓ, നീ അവളുടെ മുന്നിൽ പോയി ഒരിക്കലെങ്കിലും നേരെ ചൊവ്വ വിറക്കാൻ നിൽക്ക്. എന്നിട്ട് വലിയ ഡയലോഗ് അടിച്ചാൽ മതി. ഇനി മേലിൽ ആദ്യമായിട്ടാ അവിടെ കാര്യം പറഞ്ഞ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിക്കരുത്. ഞാൻ പോവാ. ഞാൻ എഴുന്നേറ്റ് നടന്നു. പിന്നാലെ ആദ്യം. ഡി പ്ലീസ്, ഒരു തവണ കൂടി. അവളുടെ പിന്നാലെ ചെന്ന് കെഞ്ചി. ഡി, വരുന്ന ഞായറാഴ്ച അവളെയും കൂട്ടി അമ്പലത്തിൽ വരാവോ? അവിടെ വെച്ച് ഞാൻ പറഞ്ഞോളാം. എനിക്ക് പറ്റില്ല. പറഞ്ഞു തീരും മുന്നേ എൻ്റെ ചുണ്ടുകൾ ആദ്യേട്ടൻ കൈകൊണ്ട് പൊത്തി. പ്ലീസ് ഡി, അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. ഒരു കണക്കിന് ഞാൻ സമ്മതിച്ചു. ആ, അവിടെ വെച്ചെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചോണം. പിന്നീട് എന്നെ ഇതിലേക്ക് വലിച്ചേക്കരുത് കേട്ടോ. ആദ്യം അവളെ നോക്കി തലയാട്ടി. താങ്ക്സ് ഡി. സന്തോഷത്തോടെ ആദ്യം തിരിഞ്ഞു നടന്നു. ആ കാവ്യം കൊണ്ടെടുത്ത നാട്ടിൻപുറത്തുകാരനെ നോക്കി ഞാനും നിന്നു. മിഴികൾ വല്ലാതെ നിറഞ്ഞു. പണ്ട് കളിക്കുന്ന പ്രായം മുതൽ ആദ്യേട്ടനെ നന്നായിട്ടറിയാം. അരനിക്കറും ഷർട്ടുമിട്ട് കയ്യിൽ സ്കൂട്ടറിന്റെ വലിയ ടയറും ഉരുട്ടി ഓടാറുള്ള ആദിയെ ആകാംക്ഷയോടെ നോക്കി നിന്നിട്ടുണ്ട്. എന്നെയും പഠിപ്പിക്കോ വീലുരുട്ടാൻ? നിനക്ക് പറ്റില്ല ലച്ചു. എനിക്ക് വീലുരുട്ടണം ആദ്യേട്ടാ. ഒരു പ്രാവശ്യം മതി പ്ലീസ്. ഒടുവിൽ ഏട്ടനൊരു ചെറിയ കമ്പെടുത്ത് കയ്യിൽ തന്നു. ഞാനത് അടിച്ചിട്ടും മുന്തിയിട്ടുമൊന്നും മുന്നോട്ടൊരടിയത് വെച്ചില്ല. അവസാനം ക്ഷമ കെട്ട് ടയറ് തള്ളി തറയിലിട്ടു. കയ്യിലിരുന്ന കമ്പും വലിച്ചെറിഞ്ഞു. ആദ്യേട്ടൻ പറഞ്ഞതനുസരിച്ച് അരിയും കൂട്ടാനും കളിക്കാൻ അന്ന് ഞങ്ങൾ ആദ്യമായി അച്ഛനും അമ്മയുമായി. കുട്ടിക്കാലത്തെ വികൃതിത്തരമാണേലും എനിക്ക് ആദ്യേട്ടനോട് വല്ലാത്തൊരു ആരാധനയായിരുന്നു. മണ്ണപ്പം ചുട്ടുകളിച്ചും പാടത്തോട് ഓടി നടന്നും പട്ടം പറത്താനുമൊക്കെ ആദ്യേട്ടൻ്റെ വിരലും പിടിച്ച് നടന്നു. ആ 96കാരനും ഈ 2000കാരിയും നിമിഷങ്ങൾ കൊണ്ട് വളർന്നു. വർഷങ്ങൾ കഴിയുന്തോറും ആദ്യേട്ടൻ മാറി മറിഞ്ഞ് പഠിച്ചു. ജോലിയൊക്കെയായി. എൻ്റെ കൂട്ടുകാരി അഞ്ജുവിനോട് പുള്ളിക്ക് ഒടുക്കത്തെ പ്രേമാണെന്ന് പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചു വന്നു. ശരിക്കും അന്ന് എൻ്റെ നെഞ്ച് പൊട്ടിപ്പിളർന്നു. അതിനെന്താ ആദ്യേട്ടാ, ഞാൻ സഹായിക്കാലോ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുത്തു. എല്ലാ കാമുകന്മാരെയും പോലെ പേടിത്തൊണ്ടനായതുകൊണ്ട് ആവശ്യാനുസരണം ഞാൻ പല പണികളും ചെയ്തു. ലെറ്റർ തുറന്നുപോലും നോക്കാതെ മച്ചിലേക്ക് വലിച്ചെറിഞ്ഞു. കക്ഷി തന്നിട്ടുള്ള ഒരു പ്രേമലേഖനം പോലും എൻ്റെ കൈമറിഞ്ഞ് അവളുടെ കയ്യിൽ എത്തിയിട്ടുമില്ല. നാളിതുവരെ ആയിട്ടും അഞ്ച് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആദ്യേട്ടനെ പലപ്പോഴും എനിക്കിഷ്ടമാണെന്നും പേഴ്സിൽ എൻ്റെ ഫോട്ടോയോടൊപ്പം പലതവണ ആദ്യേട്ടൻ്റെ ഫോട്ടോ അഞ്ജു കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു 1 സൈഡ് പ്രണയത്തിനുമപ്പുറം ഞാനും ആദ്യം തമ്മിൽ ഒരു ബന്ധമില്ലെന്നും അഞ്ജുവിനും അറിയാമായിരുന്നു. എന്തായാലും ഏറ്റു. ഞായറാഴ്ച അവളെയും കൊണ്ട് അമ്പലത്തിൽ പോയേ പറ്റൂ. ദിവസങ്ങൾ കടന്നുപോയി. പാറമുകളിലെ ശിവക്ഷേത്രത്തിൽ നെഞ്ചിടിപ്പോടെ കയറ്റം കയറുമ്പോൾ അഞ്ജു എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. പിറകിലായി ആദ്യേട്ടനുമുണ്ട്. തൻ്റെ പ്രണയമറിയാത്ത അഞ്ജുവും അഞ്ജുവിനോട് മുടിഞ്ഞ പ്രേമമുള്ള ആദ്യേട്ടനും. എല്ലാം മനസ്സിലൊതുക്കി കണ്ണിൽ നിറഞ്ഞിരിക്കുന്ന കണ്ണുനീർ തുള്ളി ആരും കാണാതെ തുടച്ച് മുഖത്ത് ചിരി കൊണ്ടുവരാൻ അഭിനയത്തിൻ്റെ ഭാവങ്ങളെന്നോണം ഞാനും നടന്നു. ഒടുവിൽ ആരുമില്ലാത്ത സ്ഥലം നോക്കി അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ നടന്നു. അവർക്കിടയിൽ ഞാനെന്ന കട്ടുറുമ്പെന്തിനാ? തിരിഞ്ഞു നോക്കാൻ മനസ്സ് വന്നില്ല. ആദ്യേട്ടനെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ കാണാൻ എനിക്ക് കഴിയില്ല. നടന്നൊടുവിൽ കോവിലിൻ്റെ മുന്നിലെത്തി. ഞാൻ വിചാരിച്ച പോലെ അവർ നടന്നു വരുന്നേയുള്ളൂ. നടന്ന ക്ഷീണമകറ്റാൻ കുറച്ചു നേരം ഞാനിരുന്നു. അപ്പോഴേക്കും അവർ നടന്നടുത്തേക്ക് വന്നു. എഴുന്നേറ്റ് കോവിലിൻ്റെ മുന്നിൽ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചു. അവർ രണ്ടുപേരും എൻ്റെ ഇടവും വലവുമായി നിന്നു. ഞാൻ തന്ന കത്തുകളൊക്കെ എന്തേ ലച്ചു? ആദ്യേട്ടൻ്റെ ചോദ്യം കേട്ട് ഞാൻ തെല്ല് പേടിച്ചു. ഒന്നും മിണ്ടാതെ ഒരു കുറ്റവാളിയെപ്പോലെ തലകുനിച്ച് ഞാൻ നിന്നു. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലെന്നുണ്ടോ ലക്ഷ്മി? ആദ്യേട്ടൻ്റെ ശബ്ദം അല്പം കൂടെ കനത്തു. ആ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അഞ്ജുവിനായിട്ട് എഴുതിയ ഒരു കത്ത് പോലും അവളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെന്നാണല്ലോ ഇവള് പറയുന്നത്. ഓരോ തവണയും നിന്നെയല്ലേ ഞാൻ ഏൽപ്പിച്ച്. അതവൾക്ക് കൊടുത്തു, തുറന്നുപോലും നോക്കാതെ കീറിക്കളഞ്ഞു എന്നല്ലേ നീ എന്നോട് പറഞ്ഞ്? എന്തിനാ നീ എന്നോട് കള്ളം പറഞ്ഞ്? ഞാൻ തന്ന കത്തുകളൊക്കെ നീ എന്താ ചെയ്തേ?